കൃഷിക്കും നാട്ടുകാരുടെ ജീവനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കപ്പൂർ പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി 9 ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി 21 പന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. രാപ്പകൽ ഭേദമന്യേയാണ് കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങുന്നത്. ഇത് വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. നെൽകൃഷിക്ക് പുറമെ വാഴയും ചേനയും ചേമ്പും ഉൾപ്പെടെ വ്യാപകമായ രീതിയിലാണ് പന്നികൾ വിള നശിപ്പിച്ചത്. കാട്ടുപന്നിയുടെ അതിക്രമത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് മേഖലയിലെ കർഷകർക്കുണ്ടായത്. പന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലികൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ കമ്പിക്കടിയിലൂടെ മണ്ണ് നീക്കി പന്നിക്കൂട്ടം കൃഷിയിടത്തിലെത്തുകയാണ് ചെയ്യുന്നത്. കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെയാണ് പഞ്ചായത്തും പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയും സംയുക്തമായി പന്നികളെ പിടികൂടാൻ തീരുമാനിച്ചത്. പാലക്കാട്, എറണാകുളം, പെരിന്തൽമണ്ണ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോർ ഹണ്ടേഴ്സ് ടീമിലെ പ്രൊഫഷണൽ വേട്ടക്കാരായ MM സക്കീർ ഹുസൈൻ, സംഗീത്, ദിലീപ് മേനോൻ, അസീസ് മങ്കട, നവീൻ പാലക്കാട് ഉൾപ്പെടെ 9 പ്രൊഫഷണൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന സംഘമാണ് വേട്ട നടത്തിയത്. ഒന്നാമത് പാലക്കാട് ജില്ലയിൽ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ല. ഏറ്റവും കൂടുതൽ നെൽകൃഷി കണ്ടുവരുന്നതും നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഈ പന്നികളുടെ ഈ പരിസരത്ത് ഇവിടെയൊക്കെയുള്ള കൃഷി നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ടണ്ണ് കണക്കിനാണ് പന്നികൾ ഉരുണ്ടുമറിഞ്ഞ് തിന്നതിന്റെ പുറത്ത് നശിപ്പിച്ചു കളഞ്ഞത് ഈ പ്രദേശത്ത് വന്നപ്പോൾ കാണുമ്പോൾ കർഷകരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ സങ്കടം ഞങ്ങൾക്കും തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കർഷകരുടെ പ്രയാസവും അവരുടെ സഹകരണവും മറ്റു പല പഞ്ചായത്തുകളിലും ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ കർഷകർ നന്നായി സഹകരിക്കുന്നുണ്ട്. അവരുടെ പ്രയാസം കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ വേട്ട തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും ഇവിടെ ഞങ്ങൾ വീണ്ടും ഒരു ദിവസം കൂടി വരാമെന്ന് ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. 4 ടീമുകളായുള്ള വേട്ടയിൽ 21 പന്നികളെയാണ് വെടിവെച്ചു വീഴ്ത്തിയത്. അതേസമയം വേട്ട ഒരു വർഷത്തിൽ 2 തവണ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നമ്മളെന്താ വെച്ചാൽ ഇപ്പോ പാടശേഖരത്തിലുള്ള നെൽകർഷകരും പിന്നെ കുറച്ച് നാട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തു പോണത്. ഇത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് നമുക്കിവിടെ കൃഷി ചെയ്യാനും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യവിഹാരത്തിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെതോ അല്ലെങ്കിൽ കൃഷിഭവൻ്റെയോ ഭാഗത്ത് നിന്ന് ഇതിന് ഇനി വരുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഇതിനെ കോർഡിനേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് പഞ്ചായത്തിനോടും കൃഷിഭവനോടും വെക്കാനുണ്ട്. എന്നുവെച്ചാൽ അത് മുഴുവൻ കർഷകരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവരുടെ നിലവിലെ നഷ്ടമാണ്, ആ നഷ്ടത്തിന്റെ കൂടെ ഈ നഷ്ടം കൂടി അവർ സഹിക്കുക എന്നല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവർ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവർ വരുന്നത്. അപ്പോൾ അത് പഞ്ചായത്തും അതിൻ്റെ കൃഷിഭവനാണെങ്കിലും ഭരണസമിതി എന്താണെങ്കിലും അവർ ഒന്ന് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾക്കും കൂടി ഈ കർഷകരെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അവരോട്. കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ആക്രമണത്തിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. ഇതിനിടയിലാണ് കാട്ടുപന്നികളെ പിടികൂടാൻ വലിയ തുക കർഷകരുടെ കയ്യിൽ നിന്നും എടുക്കുന്നത്. എന്നാൽ പഞ്ചായത്ത് അനുവദിക്കുന്ന തുക കുറവാണെന്നും ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന. പിടികൂടിയ കാട്ടുപന്നികളെ ശാസ്ത്രീയമായ രീതിയിൽ കുഴിച്ചുമൂടി 1 മാസത്തിനു ശേഷം വീണ്ടും പന്നിവേട്ട നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിധരായിരുന്നു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.